സായ്കുമാർ, എത്ര ബൂത്തുകളുണ്ട് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ? രാവിലെ മുതൽ ഒരേ രീതിയിൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണോ, അതോ ഏറെയും കുറഞ്ഞും ആളുകളുടെ പങ്കാളിത്തം കുറയുന്നുണ്ടോ? പോളിംഗ് ശതമാനം ഉയരുമോ കഴിഞ്ഞ തവണത്തെക്കാൾ? സുജയ, നിശ്ചയമായും ചേലക്കര നഗരത്തിൽ തന്നെയുള്ള ഒരു പോളിംഗ് ബൂത്താണ് ഇത്. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 69 മുതൽ 71 വരെ. ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച നീണ്ട നിരയാണ്, സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു നിരയാണ് ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ആണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന സ്ഥലം. ആ വരാന്തയിൽ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ക്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ ജേസൺ സൂചിപ്പിച്ചതുപോലെ പ്രചാരണ സമയത്ത് നമ്മൾ കണ്ട വീറും വാശിയും അത് ഈ പോളിംഗ് ദിനത്തിലും കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ സുജയ, ചേലക്കര മണ്ഡലത്തിൽ പിങ്ക് ബൂത്ത് ഈ ബൂത്താണ്, 69-ാം നമ്പർ ബൂത്ത്. അതായത് സ്ത്രീ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സുരക്ഷയ്ക്കായി വന്ന വനിതാ ഉദ്യോഗസ്ഥർ അടക്കം ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ മണ്ഡലത്തിൽ ആകെയുള്ള പിങ്ക് ബൂത്ത് ഈ ബൂത്ത് നമ്പർ 69 അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ അവരുടെ ഊഴം കാത്ത് നിൽക്കുകയാണ്. അവർ പറയുന്നൊരു പരാതി, ഈ ഓപ്പൺ വോട്ടുകൾ കൂടുതലായി വരുമ്പോൾ കുറച്ചധികം സമയമെടുക്കുന്നുണ്ട് എന്നാണ്. ഏകദേശം 1200-ലധികം വോട്ട് മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷേ ഇതിനോടകം 400-450 വോട്ടുകൾ മാത്രമേ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സമയം ഇത് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക കൂടി അവർക്കുണ്ട്. കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പരാതി പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, മത്സരിച്ച്, അതായത് പ്രചാരണ സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആ ഒരു വാശി കണ്ടത് അതേപോലെ തന്നെ തങ്ങളുടെ വോട്ടർമാരെ എല്ലാം എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക വാഹനം ഏർപ്പെടുത്തുന്നു. അതിൽ അവരുടെ വോട്ടർമാരെ എത്തിക്കുന്നു. പ്രായമായ ആളുകൾ, അസുഖമുള്ള ആളുകൾ, വയ്യാതെ കിടക്കുന്ന ആളുകൾ പോലും അവരെ കൊണ്ടുവന്നെത്തിച്ച് പരമാവധി വോട്ട് ഉറപ്പിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ഒരു വോട്ട് പോലും പാഴാകാതെ പോകാതിരിക്കാനുള്ള ശ്രദ്ധ 3 മുന്നണികളും കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 2021 ഈ സമയമാകുമ്പോൾ ഏകദേശം 35% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 40 പിന്നിട്ട് 43 വരെ എത്തിയെങ്കിൽ സുജയ, അത് നൽകുന്ന സൂചന പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ്. ചെറുതുരുത്തിയിലേക്ക് പോകണം. ചെറുതുരുത്തിയിൽ നമ്മുടെ അഷ്കർ അലി കരിമ്പ കാത്തു നിൽക്കുകയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാനാർത്ഥികളൊക്കെ ബൂത്തുകളിലേക്കൊക്കെ വന്ന വോട്ടർമാരുടെ എണ്ണമൊക്കെ നോക്കി തിട്ടപ്പെടുത്തിയൊക്കെ പോവുകയാണോ അഷ്കർ? അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സുജയ, ഇപ്പോൾ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ 34-ാം ബൂത്തിലേക്കാണ് ഇപ്പോൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എത്തിയിരിക്കുന്നത്. ബൂത്ത് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് ഈ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1440ഓളം വോട്ടർമാരുള്ളൊരു ബൂത്താണിത്. ഈ ബൂത്തിൽ ഏകദേശം ഇപ്പോൾ തന്നെ 600-നടുത്ത് വോട്ടുകൾ ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ഏകദേശം 45% പോളിംഗിലേക്ക് ഇവിടെ പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ 3 ബൂത്തുകളാണ് ഇത്തരത്തിൽ ഈ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത്. ബൂത്ത് നമ്പർ 31, 32, 34 ഇങ്ങനെ 3 ബൂത്തുകളായിട്ട് ആണുള്ളത്. അതിൽ 32-ാം ബൂത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം 50% പോളിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 1220 വോട്ടുകളുള്ള ബൂത്തിൽ ഏകദേശം 600-ലധികം വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 6 മണിക്കൂറിനിടയ്ക്കാണ് ഇത്രയധികം പോളിംഗ് ഈ ബൂത്തുകളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. രാവിലെ ഈ 31-ാം നമ്പർ ബൂത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. 23 മിനിറ്റോളം വൈകിക്കൊണ്ടാണ് പിന്നീട് പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്. ആ സമയങ്ങളൊക്കെ തന്നെ മണിക്കൂറുകളോളം 100-ലധികം വരുന്ന ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം അടക്കം 100-ലധികം വരുന്ന ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ദ്രുതഗതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുകയും കൃത്യമായി ആളുകൾ തിരക്കൊഴിവാക്കിക്കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് തന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ എത്തി വോട്ട് ചെയ്ത് ആ സമയങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഉച്ചയായതോടെ വെയിൽ ശക്തമായതോടെ ഇപ്പോൾ ഇടപെട്ട ആളുകൾ ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഇപ്പോൾ രമ്യ ഹരിദാസ് അവിടെ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചെറുതുരുത്തിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അഷ്കർ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇനി സരസ്വതി വിലാസം സ്കൂൾ കൊണ്ടാഴിയിലേക്ക് പോകാം. അവിടെ നമ്മുടെ എ കെ അഭിലാഷ് തയ്യാറായി നിൽക്കുകയാണ്. എ കെ അഭിലാഷ്, ഇപ്പോൾ അഷ്കർ സൂചിപ്പിച്ചതുപോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പോളിംഗ് ശതമാനം ഇത്തവണ ഈ ഒരു മത്സരത്തിലെ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായി ഉയരേണ്ടതുണ്ട്. അതിന്റെ ഒരു സൂചനയുണ്ടോ ആദ്യ മണിക്കൂറുകളിൽ അഭിലാഷ്?
സുജിയ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്രത്തോളം ശക്തമായിരുന്നു, അതിന്റെ പോരാട്ട വീര്യം എത്രത്തോളം ഉണ്ടായിരുന്നു, അത് അടിത്തട്ടിൽ വരെ എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സരസ്വതി വിലാസം UP സ്കൂളാണ്. 104 മുതൽ 106 വരെ 3 ബൂത്തുകളാണ് ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 100-ലേറെ ആളുകളാണ് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നത്. പ്രധാനമായും സ്ത്രീകളുടെ വരിയാണ്, നീണ്ട നിര തന്നെ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വോട്ടിംഗ് വളരെ കുറയുന്നു എന്നുള്ളതാണ്. അതായത് വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് 1300-ലേറെ ആളുകളാണ് ഈ ബൂത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഏതാണ്ട് 600-ലേറെ ആളുകൾ ഇപ്പോൾ ഈ ബൂത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏതാണ്ട് 50% അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോരാട്ട വീര്യം അടിത്തട്ട് വരെ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഏതായാലും നമുക്ക് ഇവരുടെ ഒരു പ്രതികരണം കൂടി എടുത്തു പോകാം എന്ന് തോന്നുന്നു. ചേച്ചി, കൂടുതൽ സമയമായോ എത്ര നേരമായി? 2 മണിക്കൂറായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? പ്രായമുള്ള ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ? ഇല്ലില്ല, ഒരു ഇവിടെ കാണാല്ലേ വണ്ടിയിൽ. ഈ ഓപ്പൺ വോട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? കുറച്ചു നേരമായി നിൽക്കണു. ഏതായാലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ സ്പീഡ് കൂട്ടുക, അത് നമ്മുടെ വേഗം വരിക അടക്കില്ല. ഞങ്ങൾ കുറേ നേരമായില്ല നിൽക്കുന്നത്. അവിടെ സ്പീഡ് കൂട്ടാൻ പറയും. സ്പീഡ് കൂട്ടണോ? അല്ല, അവിടെ ബൂത്ത് അരമണിക്കൂറൊക്കെ. സുജയ്, ഇത് തന്നെയാണ് വോട്ടെടുപ്പ്, അതായത് പോളിംഗ് വളരെ മന്ദഗതിയിലാണ് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 600-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ വോട്ട് ചെയ്യുന്നതാണ് ചെറിയൊരു മന്ദഗതിക്കുള്ള പ്രധാന കാരണമായി വരുന്നത്. കാരണം കൂടുതൽ പ്രായമുള്ള ആളുകളെ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ, വാഹനത്തിലൊക്കെ എത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏതായാലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത്രയും നീളത്തിലുള്ള ക്യൂ. അതായത് ഈ 3 ബൂത്തുകളിലെ ഏതാണ്ട് 200-ലേറെ ആളുകൾ ഇപ്പോൾ തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പോളിംഗ് വൈകിയും പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് 6 മണിക്ക് ശേഷവും ഇത്തരത്തിൽ ക്യൂ തന്നെ ദൃശ്യമാകാനുള്ള സാധ്യതയാണ്. കാരണം നമ്മൾ ഇന്ന് രാവിലെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ കൂടുതലായി എത്തിയപ്പോൾ അവർ പറഞ്ഞത് ഈ വോട്ട് ചെയ്തതിന് രേഖപ്പെടുത്തിയതിന് ശേഷം വേണം അവർക്ക് ജോലിക്ക് പോകാൻ എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ അത്തരം ആളുകളല്ല, അതിനുശേഷവും വന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജോലി മാത്രമല്ല, ഈ വോട്ടെടുപ്പിൽ പങ്കാളികളാകുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്.